ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓണത്തിനൊക്കെ കെട്ടാൻ പറ്റിയ ഈ ഒരു ഹെയർ സ്റ്റൈൽ ലുക്ക് വേണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ഞാനിവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ട്യൂട്ടോറിയൽ നോക്കാം. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹെയർ സ്റ്റൈൽ വീഡിയോസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട്. അപ്പോൾ ഞാനിവിടെ സെൻറ്റർ പാർട്ടീഷനായിട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഹെയർ സെറം മാത്രമേ മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഇനി സൈഡ് പാർട്ടീഷനായാലും സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ സെൻറ്റർ പാർട്ടീഷന് നമ്മളുടെ നെറ്റിയുടെ ഈ ഒരു സൈഡ് നമ്മൾ വഴച്ചിലെടുത്ത ആ ഒരു ഭാഗത്ത് നിന്ന് ചെറിയൊരു എമൗണ്ട് ഓഫ് മുടി ഇങ്ങനെ എടുക്കുക. കുറച്ച് എടുത്താൽ മതി, കാരണം നമ്മൾ വീണ്ടും താഴേക്ക് മുടഞ്ഞു പോവുക ചെയ്യുക. ഈ ഒരു ഹെയർ സ്റ്റൈൽ അങ്ങനെയാണ്. സോ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ചെറിയൊരു ക്വാണ്ടിറ്റി മുടി എടുത്തതിന് ശേഷം അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മുടഞ്ഞിട്ടാണ് താഴോട്ട് പോകുന്നത്. സോ നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം കണ്ടില്ലേ, ഇങ്ങനെ 3ആയിട്ട് നമ്മൾ മുടി ഡിവൈഡ് ചെയ്തിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ മുടയുക അതുപോലെ മുടഞ്ഞു കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ 1, 2 ഏറിപ്പോയ 3 മുടച്ചിൽ മുടഞ്ഞാൽ മതി, അതിലപ്പുറം മുടയരുത്. ഇങ്ങനെ 3 തവണ മുടഞ്ഞതിന് ശേഷം ഈ താഴെ വരുന്ന ഹെയർ ഉണ്ടല്ലോ, നമ്മൾ മുടച്ചിലിന് താഴെ വരുന്ന ഹെയർ അവിടെ ലീവ് ചെയ്യുക. ശേഷം പുതിയൊരു സെക്ഷൻ ഹെയർ എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് ജോയിൻ ചെയ്തിട്ട് താഴെ കിടക്കുന്ന ആ ഹെയർ കൂട്ടി മുടയുക. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, പക്ഷെ ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണിത് വരുന്നതെന്ന്. എന്നിട്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഒരു മുടച്ചിൽ മാത്രം മുടഞ്ഞതിന് ശേഷം നമുക്ക് പുതിയ ഹെയർ എടുക്കാം. കണ്ടില്ലേ, നമ്മൾ താഴെ എപ്പോഴും ഒരു ഹെയർ നമ്മൾ ലീവ് ചെയ്യും. എന്നിട്ട് നമ്മളെ കയ്യിൽ മറ്റേ കയ്യിലേക്ക് ഈ പുതിയ ഹെയർ ജോയിൻ ചെയ്തിട്ട് അത് കൂട്ടി മുടഞ്ഞെടുക്കും. സത്യത്തിൽ ഇതൊരു ഈസി ഹെയർ സ്റ്റൈലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം ചിലപ്പോൾ. ഫസ്റ്റ് ടൈം എനിക്കും അങ്ങനെ തന്നെയായിരുന്നു, പക്ഷെ ഞാൻ ട്രൈ ചെയ്തു. ഫസ്റ്റ് ടൈം തന്നെ അത് സക്സസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുപ്പത്തിൽ അമ്മയൊക്കെ എനിക്ക് കെട്ടി തരുന്ന ഒരു ഹെയർ സ്റ്റൈലായിരുന്നു ഇത്. ഇനി നമുക്കൊന്നുമില്ല, ഇനി നമ്മൾ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് താഴെ വരെ എത്തിയതിന് ശേഷം വെള്ളം ബാക്കി മുടി മൊത്തത്തിൽ അങ്ങോട്ട് മുടഞ്ഞു കൊടുക്കുക. അങ്ങ് അറ്റം വരെ മുടഞ്ഞിട്ട്, ഞാൻ ഈ മുടയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ചിലപ്പോൾ അത് പിന്നീട് അങ്ങനെയൊക്കെ പറയും, ഞങ്ങളിവിടെ അങ്ങനെ പറയാം. സോ നമ്മളത് താഴെ വരെ മുടഞ്ഞിട്ടിട്ട് നമുക്ക് അതൊരു ബണ്ണ് വെച്ച് സെക്യൂർ ചെയ്യാം. ബണ്ണ് വെച്ച് സെക്യൂർ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഫുൾ ഡേ നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ മുടിയിൽ ചെയ്തൊരു സംഭവം, അത് അങ്ങനെ തന്നെ ഇരുന്നോളും, ഒരു കുഴപ്പവും വരില്ല. നേരെ മറിച്ച് നമ്മളവിടെ ബൺ വെച്ച് സെക്യൂർ ചെയ്യാതെ ജസ്റ്റ് ഒരു ക്ലിപ്പോ അങ്ങനെ എന്താ വെച്ച് ബാക്കിൽ സെക്യൂർ ചെയ്യുന്ന സമയത്ത് ഇത് ലൂസായി വന്ന് നമ്മളെ മുടച്ചിലൊക്കെ ലൂസായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ ബണ്ണ് വെച്ച് സെക്യൂർ ചെയ്യുമ്പോൾ അതവിടെ സെക്യൂർ ആയിട്ട് തന്നെ ഇരുന്നോളൂ. നേരത്തെ ഭാഗം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് ഇത്ര തന്നെയുള്ളൂ. ഒരു സെക്ഷൻ ഓഫ് ഹെയർ എടുക്കുക, 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ചെറുതായിട്ടൊന്ന് മുടഞ്ഞു കൊടുക്കുക. ശേഷം പുതിയൊരു സെക്ഷൻ എടുത്ത് കയ്യിലേക്ക് ജോയിൻ ചെയ്ത് താഴെ ലീവ് ചെയ്തിട്ട് നമ്മളെ മുടച്ചിലിൻ്റെ ഒരു ഭാഗം കൂട്ടി അങ്ങോട്ട് മുടഞ്ഞു കൊടുക്കുക. അങ്ങനെ നമ്മൾ അത് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക താഴെ വരെ. നിങ്ങളൊരു ഫുൾ സ്ലീവ് ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷമാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതെങ്കിൽ കൈ ലൂസുള്ളത് വെച്ച് ചെയ്യണം. ബിക്കോസ് നമുക്ക് നിങ്ങൾ ശീലമില്ലാത്തവരാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൈ കടയാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനിങ്ങനെ ഹെയർ ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് പുതിയൊരു വൈറ്റ് ഗ്രേ ഹെയർ അവിടെ വന്നിട്ടുണ്ട്, അത് ഞാൻ കാണുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ഹെയർ സ്റ്റൈൽ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ, ബാക്കും കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ഞാൻ ബാക്ക് എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് ഈ വീഡിയോയിൽ. ഇപ്പോൾ ഞാൻ താഴെ വരെ ആ മുടച്ചിൽ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മളവിടെ ബണ്ണ് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് സാരിയുടെ കൂടെ ഒരു അടിപൊളി ഹെയർ സ്റ്റൈൽ ആയിരിക്കും. സാരി ഈവൻ പട്ടുപാവാടയായാലും ധാവണിയായാലും ഒക്കെ നന്നായിട്ട് പോകുന്നതാണ്. ഇനിയിപ്പോൾ ചുരിദാറാണെങ്കിൽ ചുരിദാറിൻ്റെ കൂടെയും നന്നായിട്ട് പോകുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ അത്. അപ്പോൾ അതാ കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് ഹെയർ ഒക്കെ ഒന്ന് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുത്ത് എവിടെയെങ്കിലുമൊക്കെ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ക്ലിപ്പ് വെച്ച് നമുക്കിത് ബാക്കിൽ ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. കാരണം ഇനി ഇത് വിട്ടു പോരൊന്നുമില്ല, കാരണം നമ്മൾ രണ്ടും ബണ്ണ് വെച്ച് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു പ്രോബ്ലം മീൻസ് ഒരു ശീലക്കുറവുള്ളത് കൊണ്ട് തന്നെ ആദ്യം ഒന്ന് റെഡിയായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. ഞാനത് എവിടെ വെച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ഞാൻ വേറെ വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. നിങ്ങൾക്ക് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ബാക്കും കാണാൻ ഭയങ്കര ഭംഗിയാണ്, പക്ഷെ ഞാനത് വീഡിയോ എടുക്കാൻ എങ്ങനെയോ വിട്ടുപോയി. ഇനി നിങ്ങൾക്ക് മുല്ലപ്പൂ ഒക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ബാക്കിൽ നിന്ന് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ടാവും മുടി, വൈകിട്ട് വരെ അങ്ങനെ തന്നെ ഇരുന്നോളൂ. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.